വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഫുഡ് കളർ ഇതൊന്നും ചേർക്കാത്തതുകൊണ്ട് അല്പം കളറൊക്കെ കുറവായിരിക്കും ഈ റെസിപ്പിക്ക്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കളറിലാണ് ഈ ഒരു ചിക്കന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഇതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി ഇതുപോലെ അരമുറി ഉള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയും അല്പം ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്നുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 പീസ് വെളുത്തുള്ളിയും ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. കൂടെ അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നല്ലോണം ഒന്ന് ചതച്ചെടുക്കാതെ മിക്സിയിൽ. അപ്പോൾ ഇതൊന്ന് ചതച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം അല്പം കാശ്മീർ ചില്ലി പൗഡറാണ് ഇതിലിട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് അല്പം അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അറബിക് മസാല ഇല്ലെങ്കിൽ മന്തി മസാല എടുത്താലും മതി. ഇനി അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് അല്പം ക്രഷ്ഡ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നുള്ളത് മാഗി ക്യൂബ്സാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അല്പം സുർക്കയോ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ഒരു ചെറിയ ചിക്കൻ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അതിനെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോയിൽ കുറച്ച് കൂടുതലുള്ളൊരു ചിക്കനാണ്. അപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചെടുത്ത ആ മസാലക്കൂട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലോണം ഞാൻ ഇതുപോലെ ഇങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനിൽ ഫുള്ളായിട്ട് ഈ മസാല ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. ഇതുപോലെ കൈവച്ച് എല്ലായിടത്തും മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തും വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് മസാല ഇതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫുഡ് കളറൊന്നും ഞാൻ ചേർക്കാത്തതുകൊണ്ട് അല്പം കളറ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളറിലൊന്നും ആയിരിക്കില്ല ഈ ഒരു ചിക്കൻ ഉണ്ടാവുന്നത്. പക്ഷേ ടേസ്റ്റിൽ ഒരു കുറവില്ല. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാലക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് അതിനൊരു കുഴിയുള്ള പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഇതിനെ നന്നായി ഒന്ന് കവർ ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴേ കറക്റ്റ് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് വരും. അങ്ങനെ ഇപ്പോൾ ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, പുറത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതും കൂടി മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇത്ര ഓയിലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഓയിലിനോട് കൂടിയാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അങ്ങനെ ഇപ്പം ഈ ഒരു ഓയിലോട് കൂടി തന്നെ ഈ ചിക്കന് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാല ഈ ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയോട് കൂടി തന്നെയാണ് ഈ ചിക്കന് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു
മസാലയിൽ ഈ ചിക്കന് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇതിനെ തിരിച്ചിട്ട് കൊടുത്ത് വേണം മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കാൻ. ഈ കുക്കറിൽ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല, കുക്കർ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടാണ് ഈ ഒരു ചിക്കന് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിൽ ഇതൊന്ന് തുറന്ന് നോക്കി അത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ മസാലയൊക്കെ നല്ലൊരു ഗ്രേവി ആയിട്ട് ഇതിലൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വന്ന് ഇനി ഇതിനെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ഡിന്നറിനൊക്കെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ചിക്കനിലേക്ക് ബാക്കിയുള്ള മസാല ഇതുപോലെ ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ ഇത്രയും സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.